ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ്. കാരണം നമ്മൾ എന്താ പറയുക, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തുടങ്ങിയ ടൈം മുതൽ നമ്മൾ കഴിഞ്ഞ വർഷത്തോളം ഞാൻ അധികം കാണാൻ ഇരിക്കാഞ്ഞതും, പിന്നെ ഇപ്പോൾ ഈ തുടങ്ങിയ ദിവസം മുതൽ ഇത്രയും ദിവസം വരെ ബിഗ് ബോസ് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഇതിൽ നിന്നോ ഇല്ലെങ്കിൽ ഈ ഷോയിൽ നിന്നോ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇനി അങ്ങോട്ടുള്ള വരുമ്പോൾ ദിവസങ്ങളിൽ കിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അവിടെ ചെന്ന് നിൽക്കുന്ന മനുഷ്യരെല്ലാവരും ഒരു മുഖം മൂടി വെച്ച് തന്നെയാണ് നിൽക്കുന്നത്. തന്നെ ഇപ്പോഴേ മുഖം മൂടി വെച്ച് തന്നെയാണ് അവർ ഓരോരുത്തരും ആ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ബി ഹൗസിനുള്ളിൽ ചെന്ന് കയറിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ണുടച്ച് തന്നെ വിശ്വസിക്കാം. കാരണം ആരും അവിടെ റിയലായിട്ടുള്ള ഒരു ഫേസും കാണിക്കുന്നില്ല. കാരണം ഇപ്പോൾ ചെന്നിട്ട് 4 ദിവസമായി, ഇന്നത്തെ ദിവസത്തോടെ കൂട്ടിയിട്ട് 4 ദിവസമായി ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങിയിട്ടും ഇവരെല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നിട്ടും. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ വ്യക്തിയുടെ കയ്യിലും തെറ്റില്ലെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല, ആ വ്യക്തിയുടെ കയ്യിലും തെറ്റുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ആ ബിഗ് ബോസിനകത്ത് ഹൗസിനകത്ത് ഫസ്റ്റ് കയറിയ ആ ഒരു വ്യക്തിയാണ് നമ്മുടെ അനീഷ് തറയിൽ, തൃശ്ശൂർക്കാരൻ. ആ കയറിയ ടൈം മുതൽ പുള്ളിയുടെ ഈ നിമിഷം വരെ നിൽക്കുന്നതിൽ അവിടുന്ന് എങ്ങനെ ആൾക്കാർ ആ പുള്ളീനെ പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് ആലോചിച്ച് മാത്രം ഒരു മനുഷ്യനാന്നുള്ള രീതിയിൽ പോലും ഒരു പരിഗണന കൊടുക്കാത്ത രീതിയിൽ വെറും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നുണ്ട് പല ആൾക്കാരും അതിനകത്ത് ആ വ്യക്തിനെ. കാരണം ഇതെല്ലാം നമ്മൾ ലൈവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരോ രീതികളും. പിന്നെ പുള്ളി കൂടുതൽ ഈ വ്യക്തികളുമായിട്ട് കൂടുതൽ മിങ്കിള് ചെയ്ത് സംസാരിക്കുകയോ എടുക്കുകയോ ശ്രമിക്കുന്നില്ല. ചില കാര്യങ്ങൾ പുള്ളി ഇടപെടുന്നു, പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നു. അവിടെ ഒരു എന്താ പറയുക, ഒരു വാക്ക് തർക്കം. ഈ നേരം വെളുത്ത് അവർ ഉറക്കം എണ്ണിക്കുന്ന ടൈം മുതൽ ആ വീട്ടിൽ അവർ കിടന്നുറങ്ങുന്ന ഒരു 5 മിനിറ്റുള്ള സമയം വരെ അവിടെ പ്രശ്നങ്ങളാണ്. അവർ ബാത്റൂമിൽ പോകുന്നിടത്ത് പ്രശ്നം, ഇരിക്കുന്നിടത്ത് പ്രശ്നം, ഭക്ഷണം കഴിക്കുന്നിടത്ത് പ്രശ്നം. അവിടെ പ്രശ്നമില്ലാത്ത ഒരു സ്ഥലം പോലും ഇന്ന് ബി ഹൗസിനകത്ത് ഇല്ലെന്ന് തന്നെ പറയാം. എനിവേ, ഈ ഒരു പ്രോഗ്രാം എത്രത്തോളം സക്സസ് ആവുമെന്നും എനിക്ക് അറിയില്ല. കാരണം ഇതുവരെയ്ക്കും ആ പ്രോഗ്രാം ഒരു ഫ്ലോപ്പ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് തുടങ്ങിയ സമയത്തുള്ള പല ഓൺലൈൻ മീഡിയകൾ നമ്മൾ കണ്ടിരിക്കുന്നു, പല ആൾക്കാരെ പ്രൊമോഷൻ ചെയ്യുകയും ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുക, പല വ്യക്തികൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ വരെ അതിൽ ഓഫ്ലൈനായി കിടക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ 1-2 പേരുടെ 3-4 പേരുടെയൊക്കെ വീഡിയോകൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ അത്ര ഒരു സ്പീഡപ്പ് ഞാനിപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങിയതിന് ശേഷം കാണുന്നില്ല. അതിനകത്ത് സ്പീഡപ്പ് ഉണ്ട്, വായി തോന്നുന്ന വർത്തമാനങ്ങളും തോന്നിവാസങ്ങളും ഈവൻ പല രീതികളിൽ നമ്മൾക്ക് ഒരു വ്യക്തിയെ കാണുമ്പോഴോ ഇവരിങ്ങനെ ആയിരുന്നോ അല്ലെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചില ആൾക്കാരുടെ റിയൽ ഫേസ് അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒറ്റ ദിവസം ഇന്നലത്തെ ഒരു ടാസ്കിൽ ആൾക്കാർക്ക് ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റാത്ത ഒരു റിയൽ ഫേസ് അല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കപ്പെടുകയും ആ വ്യക്തികൾ പൂർണ്ണ ഫേക്ക് ഫേസോടകത്ത് വീണ്ടും വരികയും, ഈ പുറത്താക്കെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്തുനിന്നല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടാസ്കിൽ അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാനുള്ളതിൽ കുറച്ച് 4 പേരെ അവർ തിരഞ്ഞെടുത്തിരുന്നു. ഒന്നൊരു RJ പെൺകുട്ടി, ആൻസി എന്തോ അവളുടെ പേര്, ആൻസി, ജസില്, പിന്നെ മറ്റേ ശൈത്യ, പിന്നെ ഷാനവാസ്. ഇത്രയും പേരെയാണ് അവർ ഇന്നലെ ആ ഒരു ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഇവരുടെ പേരൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം RJ ബിൻസി, കാരണം പുള്ളിക്കാരൊരു മുഖം മൂടി വെച്ച് ആ വീടിനുള്ളിൽ കയറി ഉള്ളിൽ വേണ്ടാത്തതിനും വേണ്ടുന്നതിനും എല്ലാത്തിനകത്ത് ചുമ്മാതങ്ങ് എന്താ പറയുക, ഈ സാമ്പാർ കലക്കുന്ന മാതിരി ഒരു ഫീലാണ് എനിക്ക് വന്നത്. ഒരിക്കലും പുള്ളിക്കാരി അറിഞ്ഞു കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെയാണ് ശാരിക, മറ്റേ പുള്ളിക്കാരുടെ RJ മുൻഷി രേണുസുതി അപ്പാനി. ഒരു മിനിറ്റ് ഗൈസ്, ശാരിക, മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ട് ശാരിക എന്ന് പറഞ്ഞ ഒരു
ആ സ്ത്രീയും അവരെയും എനിക്ക് ആ ഒരു ഫീലാണ് ചെയ്യുന്നത്. അവരും അവിടെ കറക്റ്റായിട്ട് ഒന്നും ചെയ്യുന്ന മാതിരി എനിക്കൊരു ഫീല് വന്നിട്ടില്ല. പുള്ളിക്കാരി ചുമ്മാതെ എന്താ പറയുക, ഒരു പൊട്ടത്തരം പറഞ്ഞ് ചുമ്മാതെ പ്രേക്ഷകർ, നമ്മൾ പല ഇൻ്റർവ്യൂ വരെ കണ്ടിട്ടുണ്ട്, പല പൊട്ടത്തരങ്ങൾ വിളിച്ചു കൂവി അവരെന്തോ വലിയ എന്തോ ആണെന്നുള്ള രീതിയിലിരുന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത് വെറും വേസ്റ്റ് തന്നെയെന്ന് പറയാം. ആ സ്ത്രീയും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവരെങ്ങും അവർ പറഞ്ഞവരെന്തോ വലിയ രീതിയിൽ എത്തിപ്പെട്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ആ ഒരു രീതിയിൽ അവിടെ നിന്ന് കളിക്കുന്നത്, ബിഗ് ബോസിൽ നിന്ന് കളിക്കുന്നത് യഥാർത്ഥ ക്യാരക്ടറാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു യഥാർത്ഥ ക്യാരക്ടറല്ല. അവർ ആരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്ന മാതിരി ഒരാളെ ഹോട്ട് സീറ്റിൽ കിട്ടിക്കഴിയുമ്പം അതൊക്കെ പറഞ്ഞ് അങ്ങ് ബലിപ്പിച്ച് ഞാനെന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീയുടെ നടപ്പ്. പിന്നെ ഈ ആർജെ ആ പെൺകുട്ടിയും പിന്നെ ഈ ഒരു 2 സ്ത്രീകളെയാണ് എനിക്കവിടെ വേസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ശൈത്യയുടെ കാര്യം പറയേണ്ട, അത് അങ്ങും തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. അതിനെ അങ്ങനെ തന്നെ വിടാനാണ് എനിക്ക് താല്പര്യം. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞ, അവിടെ ഗെയിം കളിക്കും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം തോന്നിയത് മറ്റേ ജസിൽ, ആ ഒരു പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, എനിക്ക് ആ പെൺകുട്ടീനെയാണ് ഇത്രയും പേർക്കുള്ളിൽ അവൾ തന്നെ ഗെയിം കളിക്കുമെന്നൊരു വിശ്വാസം തോന്നിയത്. ബാക്കിയെല്ലാം ചുമ്മാതെ ഈ എന്താ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറയുന്ന മാതിരി ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഈ പരദൂഷണവും പിന്നെ ഒരാളെ ഇങ്ങനെ അത് പറയുക ഇത് പറയുക, ആ ഒരു ജോലി അല്ലാതെ ഇവർക്ക് വേറെ ഒന്നുമില്ല. പിന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് എന്ന് തോന്നുന്നത് 4 ആണുങ്ങളെയാണ് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് അക്ബർ, പിന്നെ നമ്മുടെ ഒരു സിനിമാ നടനുണ്ടല്ലോ അപ്പാനി ശരത്ത്, അത് 2ാമത്. 3ാമതുള്ളൊരു ആര്യൻ. ലുക്ക് മാത്രമേ ഉള്ളൂ, വാ തുറന്നാൽ പോയി. സീരിയസ്ലി പറയാം, ലുക്ക് മാത്രമേ ഉള്ളൂ ആളിന്, വാ തുറന്നാൽ അവിടെ പോയി. പിന്നെ 4ാമതുള്ളത് പിന്നെ നമ്മുടെ ഈ മുൻഷിയിലെ ആ ഒരു വ്യക്തി, പുള്ളി എന്തൊക്കെ വലുതാണെന്നാ ചിന്ത, പക്ഷെ ഒന്നുമല്ല, വെറും 0 ഈ ഇത്രയും ആണുങ്ങൾ എന്ന് പറയാം. വെറും വിവരം കെട്ട ആണുങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇവരുടെ പേരുകൾ തന്നെ പറയും. പക്ഷെ സമൂഹത്തിൽ നല്ല നിലയും വിലയും ഒക്കെ കൊടുത്ത് മനുഷ്യർ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. പക്ഷെ വെറും വിവരം കെട്ട ആണുങ്ങൾ തന്നെയെന്ന് പറയാം. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും അത്രയും മോശം രീതിയിൽ സംസാരിച്ച് എല്ലാ ഇതും വെട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോയി എന്തോ നേടാൻ പോകുന്ന രീതിയിലാണ് ഇവന്മാരുടെ പോക്ക്. പക്ഷെ ഇവന്മാരെങ്ങും എവിടെ എത്തത്തില്ലെന്ന് 100% ഉറപ്പാണ്. ഇതൊക്കെ ഔട്ടായി തന്നെ പുറത്ത് പോകും. പിന്നെ അപ്പാനിശരത്തിനെ എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. പുള്ളി ഒരു ബോറൻ എന്ന് തന്നെ പറയാം. പിന്നെ ഈ നമ്മൾ എല്ലാവരും ഈ കോമൺ ആയിട്ട് വന്ന വ്യക്തിയാണ് പിന്നെ നമ്മുടെ അനീഷ് തറയിൽ. പുള്ളിക്കാണെങ്കിൽ അവിടെ ഒരു പ്രത്യേക സ്പേസോ കാര്യങ്ങൾ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. പുള്ളി ഒരു ക്യാപ്റ്റൻ രീതി തിരഞ്ഞെടുത്തിട്ട് പോലും ആ പുള്ളീനെ വെറും മോശം രീതി കാണുന്ന ആൾക്കാരാണ് അയാൾ പറയുന്നതോ. പിന്നെ അയാളുടെ കയ്യിൽ കുറച്ച് പടക്കവും മരുന്നും ഒക്കെ അയാളുടെ കയ്യിലുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. അയാൾ കളിക്കുന്നത് ഗെയിം തന്നെയാണെന്ന് ഈ പൊട്ടന്മാരാരും അറിയുന്നില്ല. അയാൾക്ക് പുറത്തൊരു ഒരു പാവം എന്നുള്ളൊരു ഇമേജാണ് അയാൾ കൊണ്ടുവന്ന് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഡേയിൽ നമുക്ക് അഖിൽമാരോട് തോന്നിയ ആ ഒരു സിമ്പതിയും കാര്യങ്ങളും ആണ് ഇന്ന് നമുക്ക് അനീഷ് തറയിലോട് തോന്നി തുടങ്ങിയിരിക്കുന്നത്. അത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. അയാൾ കളിക്കുന്ന അയാളുടെ ഗെയിമാണ്. പക്ഷെ ഇവർ എന്തിനും അയാളുടെ പിന്നാലെ അയാൾ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും അയാളുടെ പിന്നാലെ ചെന്ന് ചൂട്ടുപിടിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർ ഇത്രയും ചെയ്യുന്നത്. അതുപോലെ ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്ന ഇവർ ഭക്ഷണത്തിന് പോലും റെസ്പെക്റ്റ് കൊടുക്കാത്ത വ്യക്തികൾ തന്നെ എന്ന് നമുക്ക് എടുത്ത് പറയാം. കാരണം ആ ഒരു ഊണുമേശയിൽ ഇരിക്കുമ്പം പോലും പരസ്പരം കുത്തലും പരദൂഷണം, ഈ ആഹാരം മേടിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ പോലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് തന്നെയാണ്. അതിലൊരു വ്യക്തികൾ പോലും ഈ ഒരു സീസൺ 7 വന്ന് കയറാൻ ഒരു അർഹതയുമില്ലാത്ത വ്യക്തികളെ തന്നെയാണ് ബിഗ് ബോസ് 7 ഈ മത്സരാർത്ഥികളായിട്ട് ബിഗ് ബോസ് സംഘടന തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ പറയാം. എത്രയോ കോടാനും മനുഷ്യർ ഈ ഒരു പ്രോഗ്രാമിൽ വരാനും ഇതിൽ പങ്കെടുക്കാൻ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ഈ കിടന്ന ഇതിനെയൊക്കെ ഈ ബിഗ് ബോസിന് കിട്ടിയോളൂ എന്ന് ആലോചിക്കും. വെറും പുച്ഛം തന്നെയാണ് ഈ സംഘടനയോടുകൂടും ഈ പ്രോഗ്രാമിനോടും തോന്നിപ്പോകുന്നത്. കാരണം ഒന്നിനും വിവരമില്ലാത്ത ആൾക്കാർ തന്നെയെന്ന് എടുത്ത് പറയാം. കാരണം ഇതൊക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയ്ക്ക് വിവരം കെട്ടതാണ്. ഈ ആര്യ എന്ന് പറയുന്ന ആ ചങ്ങാതി ഉണ്ടല്ലോ, സ്ത്രീകളോ വേറെ ഉള്ളവരോ ഇവൻ അനീഷോ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അവൻ വലിയതായിട്ട് അങ്ങ് പൊക്കി കാണിക്കുന്നത്. ഇവനൊക്കെ തെറ്റ് ചെയ്ത് വൃത്തികേടുകൾ പുറത്ത് പറയുമ്പോൾ അവനൊക്കെ ഭയങ്കര മാനക്കേടാണ്. ഇവനൊക്കെ സ്ത്രീകളുടെ ജട്ടി തൂക്കി കാണിക്കായിരുന്നു ക്യാമറയുടെ മുമ്പിൽ, അതൊരു പ്രശ്നവുമില്ല.
ഇവൻ മൂത്രം ഒഴിച്ച് അല്ലെങ്കിൽ അവൻ പറഞ്ഞു ഞാൻ സീറ്റ് കവർ ഇട്ടിട്ട് ഒഴിക്കത്തോളൂ എന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടത്തിലുള്ള ഈ ആണുങ്ങൾ നിന്ന് മൂത്രം ഒഴിക്കാതെ മൂത്രത്തുള്ളി അവിടെ വീഴത്തില്ല, പെണ്ണുങ്ങളല്ലല്ലോ നിന്ന് മൂത്രം ഒഴിക്കുന്നത്. ഇവനൊക്കെ തന്നെയാണ് അവിടെ നിന്ന് മൂത്രം ഒഴിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മളെല്ലാവരും കണ്ടാണ് ഒരു പെൺകുട്ടിയുടെ നിക്കറിൻ്റെ പേര് പറഞ്ഞ് ഇവനൊക്കെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ മേളത്തരോ എല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. ഇവരൊന്നും ഒരിക്കലും അമ്മയോ പെങ്ങമ്മ അല്ലാത്ത രീതിയിലാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന മാതിരിയാണ് ആ ജട്ടി തൂക്കിക്കൊണ്ട് ഇവന്മാർ പ്രദർശനം നടത്തിയതും സംസാരിച്ചതും. തനിമോടെ ജട്ടിക്കത് പ്രത്യേക പരിഗണനയാണ് അവിടെ ഉള്ളത്, അല്ലല്ലോ. അതുപോലെ ഈ സ്ത്രീകളുടെ എല്ലാവരുടെ ചട്ടികളും വലിയ രീതിയിൽ അനിമോളുടെ ചട്ടികളായതുകൊണ്ട് മാത്രമേ ഇവന്മാർ ഇത് കാണിച്ച്, മറ്റവരുടെ ചട്ടി ആയതുകൊണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് കാണിക്കും ഇവന്മാരാര് അല്ല ചോദിക്കുക. എനിക്ക് ആ ചെറുക്കൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെറും മോശം. കാണാൻ മാത്രം ലുക്ക് ഉണ്ടായാൽ പോരാ, നല്ല സംസാരവും നല്ല രീതികളും വരണം. കുറേ ഡ്രസ്സും അണിഞ്ഞിട്ട് ഒരുങ്ങി ഒരു പെട്ടി കിട്ടിയെന്ന് പറഞ്ഞ് കുറേ ഫാഷൻ ഷോ കാണിച്ചെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ അഭിനയിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവരങ്ങ് ഒന്നും എത്താൻ പോകുന്നില്ലെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സീരിയസ്ലി പറയാം, വെറും മോശപ്പെട്ട രീതിയിലാണ് ആ ചെറുക്കൻ്റെ പ്രവർത്തികൾ അവിടെ കാണിച്ചു കൂട്ടുന്നത്. അവന് അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റാതെ പോയത് നമ്മുടെ ഇവളുടെ ഈ മറ്റേ ആർജയുടെ ഈ ഇന്നലെ മുതൽ അവൾ അവിടെ പുറത്ത് പോയി കിടന്നതിന് ശേഷം അവൾക്കൊരു ഇത് കിട്ടിയെന്ന് പറയാമല്ലോ, അതുപോലെയാണ് അവൾ പകത്ത് കയറി വന്ന് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോലങ്ങളെ. ഇന്നലെ വരെ അവൾക്ക് അനക്കവും ഇല്ലായിരുന്നു, ആവിയില്ലായിരുന്നു. ഇന്ന് മുതലുള്ള അനീഷിൻ്റെ മണ്ടൽ ഇപ്പം ഈ വരുന്ന ആൾക്കാരൊക്കെ അവിടെ ഗെയിം കളിക്കാൻ വരുന്നതെന്ന് പറയുന്നത് ഗെയിം കളിക്കാനാണ് വരുന്നത്, അല്ല ഒരു വ്യക്തിയുടെ പുറത്ത് കുതിര കയറാനല്ല ചെല്ലേണ്ടത്. അവിടെ ബിഗ് ബോസ് ഇത്രയും പേരെ തിരഞ്ഞെടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത് അവർ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് ഗെയിം കളിക്കാനാണ്. അത് ചെയ്യാതെ ഒരാളുടെ പുറത്ത് കുതിര കയറാനല്ല ബിഗ് ബോസ് പറയുന്നത്. അത് ഇവരാരും തിങ്ക് ചെയ്യുന്ന പോലുമില്ല. അങ്ങ് ചുമ്മാതെ ഈ എന്താ പറയുക, അതൊന്നും പറയാനേ പറ്റത്തില്ല. ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് ആണും പെണ്ണും ഇന്ന് ബിഗ് ബോസിനുള്ളിലുള്ളത്. ശരിക്കും പറയാം, വെറുപ്പ് തോന്നുമ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്തിനായിരുന്നു എന്ന് ലാലേട്ടനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘടനയോട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പ്രോഗ്രാം? ഇവിടെ വന്നിരുന്ന് ഒരാളെ അവർ സ്റ്റമ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അവരെ കുറ്റം പറയാൻ വേണ്ടി അവർക്ക് അതിന് കുറേ പേരുകളും പറയുന്നുണ്ട് പല രീതികളിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ മുൻഷി എന്ന് പറയുന്ന വ്യക്തിനെ അവിടെ എന്താ ചെയ്യുന്നത്? ഈ പാചകം ചെയ്യുന്നതിനിടയ്ക്ക് എന്ന് കൈയിട്ടിളക്കുകയും അതിനകത്തിട്ട് കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണോ അയാൾ ഗെയിം കളിക്കാൻ വന്നതിനുള്ള വലിയ ലെവല്? അതൊക്കെ വെറും വേസ്റ്റ്. സീരിയസ്ലി പറയാം, ഈ മുൻഷി രഞ്ജിത്തൊക്കെ വെറും വേസ്റ്റ് തന്നെ എന്ന് പറയാം. അല്ല, അയാളൊന്നും ഒരിക്കലും ഒരു ഇതിനൊന്നും അർഹതയായിട്ട് പെട്ടിപ്പോൾ നമ്മൾ മുൻഷി കാണുന്നെന്നും പറഞ്ഞുകൊണ്ട് അയാളങ്ങ് നല്ല വലിയ പവിത്രനൊന്നും അല്ല. അയാളുടെ വായിലൊക്കെ വരുന്നത് നല്ല വർത്തമാനങ്ങളൊന്നും അല്ല വരുന്നതൊന്നും. അയാളും വെറും കൂറേ തന്നെ എടുത്ത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല, തീർത്ത് പറയുകയാണ്. കാരണം ഈ ബിഗ് ബോസ് 7 വെറും വേസ്റ്റ് പ്രോഗ്രാം തന്നെ ഞാൻ പറയും. ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന ആൾക്കാരും വെറും വേസ്റ്റ്. നമ്മൾക്കിപ്പോൾ അറിയാൻ ആ താല്പര്യം ഉണ്ടല്ലേ, നമ്മൾക്ക് ഇവരുടെ ജീവിതം എങ്ങനെ നല്ല നല്ല ആൾക്കാരെ കൊണ്ടുപോവാം, അതൊരു തെറ്റില്ല. എവിടെയോ കിടന്ന് ഇങ്ങനെയുള്ള ഈ അടുക്കള വല്ലവൻ്റെ അടുക്കളയിൽ എന്താ രഹസ്യം നോക്കി നടക്കുന്ന ഇവനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിരുത്തി ഇവളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് എന്ത് ചെയ്യാനായിരുന്നു? ഇല്ല, ഇവളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാനായിരുന്നു? ഇവളൊക്കെ യഥാർത്ഥ ക്യാരക്ടർ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ വഴി. നിങ്ങൾ കൊണ്ടുപോവാ, നല്ല നല്ല വ്യക്തികളെ കൊണ്ടുപോവാ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ കുടുംബം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് കാണിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ എന്ത് നേടാനാണെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇവരിൽ നിന്നൊക്കെ ഞങ്ങൾ എന്ത് പഠിക്കാനാണ്? ഒന്നുമില്ല, ഒരു കാര്യങ്ങളുമില്ല. ചുമ്മാതെ മനുഷ്യൻ്റെ സമയം മഴക്കെടുത്താനതല്ലാതെ വേറെ ഒരു ഇതുമില്ല. അതിനപ്പുറത്തോട്ട് വേറെ 100 പടങ്ങൾ കാണാൻ ഈ പ്രോഗ്രാം കാണുന്നതിനെക്കാട്ടി. മോഹൻലാലിനും കൂടെ വേറെ ജോലിയില്ലെന്ന് ആലോചിച്ച് പോയി. സീരിയസ്ലി പറയാ, അങ്ങേർക്ക് എത്രയോ പടങ്ങളുണ്ട് ഇങ്ങനെയുള്ള കൂറ പ്രോഗ്രാമിലും ചെന്ന് ഇടപെടാതെ. അങ്ങേർക്ക് എത്ര നല്ല നല്ല സിനിമകളുണ്ട് ചെയ്യാൻ, അത് ചെയ്താൽ പോരെ. അങ്ങനെ ഇങ്ങനെയുള്ള ഈ വെറും വൃത്തികെട്ട അവിഞ്ഞ രീതിയിലുള്ള കുറേ പെണ്ണുങ്ങളെ ആണുങ്ങളെയും കൊണ്ട് പിടിച്ച് കയറ്റിയിരുത്തി ചുമ്മാ ഉള്ള ഈ ഒരു പ്രോഗ്രാമിൽ എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് സമയം കളയുന്നത്? അല്ലെങ്കിൽ ഇവരുടെയൊക്കെ റിയൽ ലൈഫ് കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ എന്ത് നേടാനാണ്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സ്നേഹവും ഇല്ലാതെ ഇങ്ങനെ കുറ്റങ്ങൾ ഇല്ലേ, ഗെയിം കളിക്ക്. അതിന് പോലും ഒരു കഴിവില്ലാത്ത ആൾക്കാരാണ് അതിനകത്തുള്ളത്. ഇന്നലത്തെ ആ ഒരു ഗെയിമിലെന്ന് വെച്ചാൽ അവർ ആ ഒരു 4 പേരും കൂടെ ഒന്ന് ചേർന്ന് അവർക്ക് പരസ്പരം ഔട്ടാക്കാനല്ല അവർ ശ്രമിച്ചത്, അവർ ചേർന്നിരിക്കാനാണ് ശ്രമിച്ചത്. അത് വലിയ റോങ്. ഗെയിം കളിക്കാൻ വരുന്നവർ ഗെയിം കളിച്ചിട്ട് വേണം വിന്നറായി മുന്നോട്ട് പോകാൻ. അത് ചെയ്യാതെ അത് നമുക്ക് ഷാനവാസ് നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഷാനവാസ് മറ്റേ 100% എന്തിന്
എന്തിനാണ് ഇവർക്ക് വിശ്വാസം നേടാനും കുടുംബം നടത്താനും ഇല്ലെങ്കിൽ കൂട്ടുകാരെ ഉണ്ടാക്കാനാണ് ബിഗ് ബോസ് ഇത്ര ആൾക്കാരെ തിരഞ്ഞെടുത്ത് അകത്തോട്ട് വെച്ചേക്കുന്നത്? അല്ലല്ലോ. ഇതിൽ ഒരാളെ വിന്നറായിട്ട് അവർ ഗെയിം കളിച്ച് പൊരുതി നേടാനാണ് പറയുന്നത്. ഇത് 4 ഒരെണ്ണം പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്, ബാക്കി 2 പേര് കാവല്, വേറെ എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് മറ്റെടുത്തുകൊണ്ട് വെക്കുന്നോന്ന് അറിയാൻ വേണ്ടി കാവല്. ഇതൊക്കെ ഒരു ഗെയിമായിട്ട് പോലും തോന്നുന്നില്ല ബിഗ് ബോസ്. വെറും മോശം പ്രോഗ്രാം തന്നെയെന്ന് പറയാം. കളിക്കുന്നെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എതിർത്ത് നിന്ന് കളിക്കണം എന്ന് പറഞ്ഞുകൂടും. അന്നേരം ഈ പ്രോഗ്രാം കാണാൻ ആൾക്കാർക്ക് ഉഷറ് കൂടും. അല്ലാതെ ഇവരിവിടെ കിടന്ന് ഡ്രാമ കാണിക്കുന്ന കാണാനല്ല ഞങ്ങൾ പ്രേക്ഷകരിരിക്കുന്നത്, ഒരിക്കലുമല്ല. ഡ്രാമ തന്നെയാണ്. ഇവർ ഗെയിം കളിക്കാൻ വന്നാൽ ഒന്നിനൊന്നിനെ അടിച്ച് ഗെയിം കളിക്കാൻ നിൽക്ക്, അല്ലാതെ അവിടെ വന്നിരുന്ന് എന്താ പറയായോ ഒന്നും പറയാൻ പറ്റത്തില്ല. കേസ് സീരിയസ്ലി പറയാം, വെറും മോശപ്പെട്ട ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും ഏറ്റവും വൃത്തികെട്ട ബിഗ് ബോസ് എന്ന്. പക്ഷെ അതല്ല, ഈ വർഷത്തെയാണ് തുടക്കം മുതലേ വെറും മോശം രീതിയിൽ പോയി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കേസ് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലയും ചെവിയും പൊട്ടിപ്പും. ആ രീതിയിൽ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. കാരണം ഞാൻ ആ തുടക്ക ദിവസം 4ഉം 3ഉം ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് ഇങ്ങോട്ട് കണ്ടുകൊണ്ട് വരുംതോറും എനിക്കവിടെ ഒരു സീരിയസ് ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തികളും ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്തത്. കാരണം ഒന്നുമില്ല, ഒരു കണ്ടന്റ് അവിടുത്തെ നമുക്ക് കണ്ടിട്ട് അയ്യോ വാ എന്ന് പറയാനില്ല. അവിടെ ഒരു അനീഷുണ്ട്, അനീഷിൻ്റെ പുറമെ ഈ ബാക്കി 18 പേരും ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഫീലായത്. സമയത്തിന് അവർ ആഹാരം കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ജോലി എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു മനുഷ്യരും മേലാണെങ്കിൽ അവിടെ ജോലി ചെയ്തിട്ട് ആ കിച്ചണിൽ നിൽക്കുന്ന 4 പേര് കറക്റ്റായിട്ട് അവർ കൂടെ തിന്നണമല്ല, അതുകൊണ്ട് അവരത് ഫുഡ് ഉണ്ടാക്കുന്നത്. അല്ലാത്ത എല്ലാം വെറും ഉടായ്പകളെന്ന് പറയാം. ഈവൻ രേണു സുധി വരെ അവരൊരു കുനിഞ്ഞൊരു തുരുമ്പെടുക്കുന്ന ഇതുവരെയും ഈ 4 ദിവസത്തിനുള്ളിൽ കണ്ടില്ല. പിന്നെ അവരെ വിളിച്ച വിളികളൊക്കെ വെറും മോശപ്പെട്ട രീതിയാണ്. അതൊരിക്കലും അതൊരു തമാശയുടെ പുറത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും ബിഗ് ബോസ് ഹൗസിൽ ചെന്നിരുന്ന് അത് വിളിക്കാൻ പാടില്ല. അത് ബിഗ് ബോസ് വെച്ചാൽ ഒരു വ്യക്തികൾ കാണുന്നില്ല. ഈ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഈ ആൾക്കാർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണുന്നതാണ്. പക്ഷെ അതിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ഇത്തിരി നിലവാരം നോക്കി കൊണ്ടുവരിക. ഈ അപ്പാനി ശരത്തൊക്കെ വെറും ശരത്ത് മാത്രമാണ്, അല്ലാതെ ഇവനെയൊന്നും കൊണ്ട് ഒരു ഗുണവും ഇല്ല. അവിടെ ചുമ്മാതെ ഈ വായി തോന്നുന്ന ജളവടിക്കാനല്ല ഈ അപ്പാനി ശരത്തിനെ കൊണ്ടൊന്നും ഒരു നിലവിൽ. അവനൊക്കെ ഇവിടെ നടന്ന സിനിമയിൽ അഭിനയിച്ചോളും ബിഗ് ബോസ്. എന്തിനാ ഇവനൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയെന്നാ എനിക്കറിയാൻ പറ്റാത്ത. അതിനൊക്കെ മറ്റേ എന്താ ഈ റേഡിയോ ജോക്കി അവളും വല്ല റേഡിയോയിലും ഇരുന്ന് സംസാരിച്ച് അവളുടെ ജോലി അവൾ കറക്റ്റായിട്ട് ചെയ്തേണ്ടിരുന്നു. അവളെ അവിടെ കൊണ്ടുവന്നിട്ട് വലിയ അത്യാവശ്യ കാര്യങ്ങളൊന്നും എനിക്കായിട്ട് ഫീൽ ആയിരുന്നില്ല. അതുപോലെയാണ് ആ ഇൻ്റർവ്യൂ നടത്തിയ ശാരിക, വെറും വേസ്റ്റ് സാധനം. ചുമ്മാ അവിടെ ഇവിടെ നടന്ന് ഇങ്ങനെ കൊട്ടേഷൻ അടിക്കാനല്ലാതെ ആ പുള്ളിയായിക്കവരെ കൊണ്ട് വേറെ ഒരു ഇതും അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ്. അതിന് ഇതൊക്കെയാണ്. പിന്നെ അക്ബർ, അയാൾക്ക് പുറത്ത് വിടാൻ പാട്ടും കാര്യം കിട്ടി അയാൾ രക്ഷപ്പെട്ട് പോരെ. ഇവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങളെയും കൂടെ എന്തിനാണ് തലവേദന അടിപ്പിച്ചതെന്ന് അറിയാൻ പറ്റാതെ ഇവർ തന്നെ അതാണ് ആൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് ആക്കി നിങ്ങൾക്ക് ചാനൽ വെക്കാതിരുന്നാൽ പോരാ, എന്നാൽ പിന്നെ ബിഗ് ബോസ് ഈ പ്രോഗ്രാം ഇല്ല നിർത്തി വെച്ചിരുന്നാൽ പോരായിരുന്നു. തിരിച്ചു ചോദിക്കണമല്ലോ, തിരിച്ചും ചോദിക്കണം. അത് എന്ത് കാര്യത്തിനാണ് ഏഷ്യനെറ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം മുന്നോട്ട്? നമ്മൾ പല ഇന്ത്യ തന്നെ പല സ്ഥലങ്ങളിൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദിയിൽ നടക്കുന്നുണ്ട്, പിന്നെ ഈ തെലുങ്കിലോ കന്നഡയിലോ അങ്ങനെ ഓരോ നടക്കുന്നുണ്ട്. അന്നേരം അതിനൊക്കെ എത്ര നിലവാരമുണ്ട് ആ പ്രോഗ്രാമിനൊക്കെ. ഇത്രയും നിലവാരം ഈ കുറഞ്ഞു പോയ ഈ ഒരു ബിഗ് ബോസ്, ഈ നമ്മുടെ കേരളത്തിലെ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റൊക്കെ സൂപ്പറായിരുന്നു. ഇത് വെറും വിവരം കിട്ട കുറേ എണ്ണത്തിനെ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ വെറും കച്ചട ആൾക്കാർ ഉള്ളത് പറയാലോ, വെറും കച്ചടം. ഇതിനൊക്കെ ഈ സോഷ്യൽ മീഡിയ നമുക്കിങ്ങനെ പടം പോലെ കാണാനേ കൊള്ളത്തുള്ളൂ. അല്ല ഇവരെയൊന്നും അല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. തീർത്ത് പറയാം. ഞാൻ ആര്യനെ കണ്ട ഫസ്റ്റ് വെച്ചാൽ കൊള്ളാം, നല്ലൊരു സെക്കൻഡ്. പക്ഷെ തുറന്നപ്പോൾ പോയി അവൻ്റെ എല്ലാം. അവനെന്തോ അങ്ങ് വല്യതെന്ന മാനത്തങ്ങ് പൊട്ടി വീണ മാതിരിയാണ് അവരെ നടപ്പും മട്ടും കണ്ട. ഒന്നുമല്ല, വെറും സീറോ. ഉള്ളത് പറയാലോ, അവരൊക്കെ വെറും സീറോയാണ്. കുറേ വിവരം കേട്ട കുറേ ആൺപിള്ളേരും കുറേ പെണ്ണുങ്ങളും. എന്തുവാ ഇത്? മോശം പ്രോഗ്രാം. ഈ സമയത്ത് നല്ല സിനിമ എടുത്ത് കാണിക്ക്. അതൊരു അന്തസ്സുണ്ട്. ഏഷ്യനെറ്റിനും ഉണ്ട് അതിന് സംഘടന കൊടുക്കുമ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ വേസ്റ്റ് ചെയ്യാതെ. സീരിയസ് പറയാം, ഇവരുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് പ്രേക്ഷകരുടെ ഒന്നും നേടല്ല, ഒക്കെ വെറും ഊളകളാണെന്ന് പണ്ടേ തെളിഞ്ഞതാണ്. സീരിയസ്ലി പറയാം. അപ്പം ഇതിന് വേണ്ടിയിട്ടൊക്കെ പൈസ എന്തിനാണ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്? വേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറേ ഇൻ്റർവ്യൂ നടത്തിയതും കുറേ ഇത് നടത്തി. എത്രയും മനുഷ്യർ വേറെ എന്തെല്ലാം ആൾക്കാരുണ്ട് ഒരു പ്രോഗ്രാമിൽ തന്നെ.
കാണിക്കാൻ ഇവരെ കൊണ്ടുവന്നിട്ട് ഇവളെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എന്ത് കാണിച്ചു തരാനായിരുന്നു എന്ന് ആലോചിക്കുന്നത്. ഇവരെയൊക്കെ എന്ത് അച്ചീവ് ചെയ്യാൻ പോകുന്നതെന്നാ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല ബിഗ് ബോസ്, സീരിയസ്ലി പറയാം. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ള ബിഗ് ബോസിനെ കുറിച്ച്. വളരെ വളരെ മോശമായ ഒരു പ്രോഗ്രാം ബിഗ് ബോസ് 7, തീർത്ത് പറയാം. അതിപ്പോഴേ തരാം. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ആരും തിരിഞ്ഞു പോയി നോക്കുന്നില്ലെന്നാണ് എൻ്റെ അറിവ് ഉള്ളത്. ഞാൻ പറയാണ്, ഇപ്പം ഞാൻ മാത്രമാണ് ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് എൻ്റെ വിശ്വാസം. സീരിയസ്ലി പറയാണ്, വേറെ ആരും തിരിഞ്ഞു പോലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് നോക്കുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പറയാണ്, ഇനിയെങ്കിലും നല്ല മത്സരിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഒരിത്തിരി വിവരവും ബുദ്ധിയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അല്ലാതെ ഇങ്ങനെ മീഡിയയുടെ മുമ്പിൽ എന്തെങ്കിലും ഷോ കാണിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഞങ്ങളെ ഷോ അടുപ്പിക്കാതെ പ്ലീസ്. അപ്പോൾ ഇത്രയാണ് കേസ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.